അപ്പോൾ ഞാനിന്നോട് പറയാൻ പോകുന്നത് നമ്മുടെ നൈറ്റ് റൈഡേഴ്സ് മൂവി റിവ്യൂ ആണ്. പടം പക്കാ സുഖം തന്നെ പറയാം. കാരണം നമ്മൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ സിനിമ കണ്ട എല്ലാവർക്കും മനസ്സിലാവും ഈ പടം എന്താണെന്ന്. കാരണം അതേ സിനിമയുടെ 70% ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ്റെ കഥ തന്നെയാണ് ഈ സിനിമയിൽ ഉള്ളത്. പിന്നെ 30% ഡയറക്ടറിൻ്റെ എന്തൊക്കെയോ എഴുതലും പിന്നെ കുറച്ച് ഹൊറർ സീക്വൻസ് ഉണ്ട്. അത് കൂടി 30 അങ്ങനെയാണ് 100% സിനിമയിൽ വന്നത്. ഇതിൽ 30% ഹൊറർ സീക്വൻസിൽ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഫുള്ള് കോമഡിയാണ്. അത് നമ്മൾ ഹൊറർ സീക്വൻസ് കാണുമ്പോൾ പേടി വരും, ഇത് കാണുമ്പോൾ എല്ലാവർക്കും ചിരി വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ സിനിമ പക്കലോ ഒരു ആവറേജ് എന്നൊക്കെ പറയാൻ കൊള്ളൂല, അത്രയ്ക്കും കണ്ട സിനിമ തന്നെയാണ്. നമ്മൾ ഡിറ്റക്റ്റീവ് കണ്ടത് കൊണ്ട് അത് തന്നെയാണ്. ഇതൊന്നും കഥ അറിയാവുന്നതുകൊണ്ട് വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല. 6 മാർക്ക് കൊടുക്കാം. പിന്നെ മേക്കിംഗ് ഒക്കെ ഉള്ള അത് പറയാതിരിക്കാൻ പറ്റില്ല. മേക്കിംഗ് ഒക്കെ നല്ല മേക്കിംഗ് തന്നെയാണ്. പക്ഷെ സിനിമ അട്ടർ ഫ്ലോപ്പായി പോയി തന്നെ പറയാം. കാരണം വേറൊരു സിനിമയുടെ അതേ കഥ തന്നെ ഇതിൽ കൊണ്ടുവന്ന പോലെ എനിക്ക് തോന്നിപ്പോയി. 70%, ഒരു 30% വേറെ സിനിമ എടുക്കണമെന്നൊക്കെ പിന്നെയും പറയാം. ഓക്കെ, ഇത് ഒരു 70% ഒരു സിനിമ തന്നെ എടുക്കുന്നത് ഭയങ്കര ശോകമായി പോയി. പിന്നെ പൈസ ഇല്ലാത്തവരാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും കാണാൻ പോലും നിങ്ങൾ ഡിറ്റക്റ്റീവ് കാണുക. നമ്മുടെ OTT വരുമ്പോൾ കണ്ടാൽ മതി. കാരണം ഒരിക്കലും പൈസ ഇല്ലാത്തവരാണെങ്കിൽ പൈസ മുടക്കിയത് കാണാൻ പോയി. കാരണം അത്രയ്ക്കും ഫ്ലോപ്പാണ് ഡിറ്റക്റ്റീവ് അതേപോലെ. ഞാനത് ഇത്രയും എടുത്തെടുത്ത് പറയണത് അതുകൊണ്ട് തന്നെയാണ്. 70% ഡിറ്റക്റ്റീവ് സിനിമ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ കുറച്ച് കോമഡി ഹൊറർ സീക്വൻസ് തന്നെ കുറച്ചുണ്ട്. പിന്നെ അത്യാവശ്യം ചിരിക്കാനുണ്ട്. അതുകൊണ്ട് അങ്ങനെ 30 ഭാഗമാണ്. പടത്തിൽ എടുത്തു പറയാനായിട്ടൊന്നുമില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മേക്കിംഗ് കൊള്ളാം. ക്യാമറാമാൻ്റെ എല്ലാ സീക്വൻസും ഒക്കെ മേക്കിംഗ് ഒക്കെ കൊള്ളാം. അത് മാത്രം എടുത്തു പറയാനുള്ളത്. അല്ലാണ്ട് ഫ്ലോപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം വേറെ കഥ തന്നെ എടുത്ത് തിരിച്ചു വെക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പ്രത്യേകത. ഇതാണ് നമ്മുടെ വിജയകരമായെന്ന് വിചാരിക്കാൻ പോയ നമ്മുടെ നൈറ്റ് റൈഡേഴ്സിൻ്റെ മൂവി റിവ്യൂ. പക്കാ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ തന്നെയാണ് സിനിമ. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ 2.0 എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ പേര് നൈറ്റ് റൈഡേഴ്സിൻ്റെ പേര് മാറ്റാൻ വരുന്നു തോന്നി. പൈസ ഇല്ലാതെ ഒരിക്കലും പോയി കാണരുത്. അട്ടർ ഫ്ലോപ്പാണ് എന്ന് തന്നെ പറയാം. കാരണം ഫ്ലോപ്പാന്ന് പറയാൻ കാരണം വേറൊരു നമ്മുടെ ആ ഡിറ്റക്റ്റീവ് സിനിമൻ്റെ കഥ തന്നെ ഇവിടെ കൊണ്ടുവന്നു. അതേ കഥ തന്നെ 70%. ഒരു 30 ആണെങ്കിൽ പിന്നെ പറയാം. 70% കൊണ്ടുവന്നു പിന്നെ എന്താ രസമുള്ള. നമ്മൾ കണ്ട സിനിമൻ്റെ കഥ തന്നെ വേറൊരു സിനിമയെ കൊണ്ടുവരുമ്പോൾ അത് വലിയ രസം ഉണ്ടാവില്ല. അത്രയും ഒന്നും സിനിമയേ ഉള്ളൂ. അപ്പോൾ ഒരു പരാജയമായി പോയി എന്ന് പറയാം.